إن الحمد لله الذي أكرمنا بشهر رمضان الذي أوله رحمة وأوسطه مغفرة وآخره عتق من النار. الله سبحانه وتعالى أنزل في هذا الشهر القرآن المجيد، وأشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. وأشهد أن محمدا عبده ورسوله الذي أرسله بدين الحق بشيرا ونذيرا وداعيا إلى الله سراجا منيرا لينذر من كان حيا ويحق القول ولو كره الكافرون. اللهم صل وسلم وبارك على سيد البشر وإمام المتقين محمد بن عبد الله صلى الله عليه وعلى آله وأصحابه أجمعين. أما بعد، فيا أيها الإخوة والأخوات، أوصيكم وإياي بتقوى الله. ألا إن التقوى هو المدار لكل سعادة ولكل فلاح ونجاح. فأعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. വിശുദ്ധ റമളാൻ നൽകി അനുഗ്രഹിച്ചവനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ആ മാസത്തിന്റെ തുടക്കം കാരുണ്യവും, മധ്യഭാഗം പാപമോചനവും, അവസാനം നരകമോചനം കൊണ്ട് സവിശേഷമാക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു ഒഴികെ ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷിയാണ്. അവൻ ഏകനും നിസ്തുലനും പങ്കുകാരനില്ലാത്തവനും സർവശക്തനുമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ തിരുദൂതരും അന്ത്യപ്രവാചകനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ലോകം മുഴുവൻ സന്മാർഗ ദർശനത്തിന് വേണ്ടി അവിടത്തെ അല്ലാഹു നിയോഗിച്ചു. അല്ലാഹുവേ, പ്രവാചകനിലും അവിടുത്തെ കുടുംബാദികളിലും ബന്ധുമിത്രാദികളിലും സർവസജ്ജനങ്ങളിലും നിന്റെ കരുണാ കടാക്ഷം ചൊരിയണമേ നാഥ. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൽ സൂക്ഷ്മത പുലർത്തി തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും പ്രത്യേകം ഉത്ബോധിപ്പിക്കുകയും വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമളാനിന്റെ പടിവാതിക്കൽ നിൽക്കുകയാണ് നാം. അനുഗ്രഹീതമായ ഒരു പുണ്യമാസം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. വിശ്വാസ ഹൃദയങ്ങൾ മാസങ്ങളോളമായി ആ മാസത്തിന്റെ ആഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ വിശ്വാസികൾ ആ മാസത്തിന്റെ കടന്നുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. വിശ്വാസിയുടെ വസന്തോത്സവമായി, ഭക്തന്മാരുടെ മുത്തഖീങ്ങളുടെ ആവേശവും ഉന്മേഷവുമായി റമളാൻ കടന്നു വരുമ്പോൾ അതിനെ സജീവമാക്കുക വിശ്വാസിയുടെ ബാധ്യതയാണ്. റമളാൻ സ്വീകരിക്കുവാൻ വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിയവരാണ് നാം. നമ്മുടെ മുന്നൊരുക്കങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.
നമ്മുടെ ബന്ധങ്ങളെല്ലാം നന്നാക്കുകയും നല്ല മനസ്സ് സൃഷ്ടിക്കുകയും മനസ്സിനെ വിമലീകരിക്കുകയും ചെയ്തുകൊണ്ട് പുണ്യമാസത്തെ സ്വീകരിക്കാനുള്ള തത്രപ്പാടിൽ, അതിൻ്റെ ഒരു വ്യഗ്രതയിൽ ആയിരിക്കണം നാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ അള്ളാഹുവിൻ്റെ കാരുണ്യം പരമമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന മാസമാണ്. റമളാനിൽ നന്മയുടെ പ്രവാഹമാണ്. രാവും പകലും ഖുർആനുമായി ആത്മബന്ധം ഉണ്ടാക്കുവാനും ഉള്ളുരുകി പ്രാർത്ഥിക്കുവാനും റമളാൻ വിശ്വാസി ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന മനസ്സാണ് നമ്മെ സംബന്ധിച്ച് ഉണ്ടാവേണ്ടത്. റമളാൻ സജീവതയുടെ നാളുകളാണ്. റമളാൻ സഹനമാണ്, സമരമാണ്, സജീവതയാണ്. റമളാൻ ആലസ്യമല്ല. റമളാൻ ഉറക്കം തൂങ്ങലല്ല. റമളാൻ പട്ടിണി കിടന്നുറങ്ങുകയല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട പോരാട്ടമായി രേഖപ്പെട്ട് കിടക്കുന്നത് ബദറിന്റെ പോരാട്ടമാണ്. ബദർ പോരാട്ടം നടന്നത് റമളാൻ ഷരീഫിലാണ്. റമളാൻ ഷരീഫിൽ വ്രതമനുഷ്ഠിച്ചുകൊണ്ടായിരുന്നു വിശ്വാസികൾ ബദറിലേക്ക് പുറപ്പെട്ടത്. അപ്പോൾ ആ ബദറിൽ മറ്റ് സംഘടനകളിലേക്കാൾ കൂടുതൽ വിജയവും ഫത്ഹും വിശ്വാസികൾക്ക് ഉണ്ടായിത്തീരുകയുണ്ടായി. അത് റമളാൻ അവർക്ക് നൽകിയ കരുത്തായിരുന്നു. റമളാൻ ഷരീഫ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വഴിയും വെളിച്ചവുമാണ്, അവന്റെ കരുത്തും കാതലുമാണ്, അവന്റെ സഹനവും സമരവുമാണ്. റമളാൻ വിശ്വാസിയുടെ ഏറ്റവും പ്രിയങ്കരനായ വിരുന്നുകാരനാണ്. ആ വിരുന്നുകാരനെ വേണ്ട വിധത്തിൽ വരവേൽക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് വിവേകിയുടെ ലക്ഷണം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെയുള്ള ഒരു അവസരത്തിൽ, അഥവാ റമളാനിന്റെ മുന്നോടിയായി സ്വഹാബാക്കളെ സംബോധനം ചെയ്തുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ അവിടുന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്: അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് അലല്ലക്കും ഷഹ്റുൻ അലീമുൻ മുബാറകുൻ, നിങ്ങൾക്കിതാ അനുഗ്രഹീതവും ശ്രേഷ്ഠവുമായ ഒരു മാസം സമാഗതമായിരിക്കുന്നു. ഷഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖദ്ർ, ആ മാസത്തിലാണ് 1000 മാസത്തിനേക്കാൾ പ്രാധാന്യമുള്ള ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ ലൈലത്തുൽ ഖദ്ർ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ജഅലല്ലാഹു സിയാമഹു ഫരീള വഖിയാമ ലൈലിഹി തതവ്വുഅ, ആ റമളാനിന്റെ പകലുകൾ വ്രതമനുഷ്ഠിക്കൽ അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. മാത്രമല്ല റമളാനിന്റെ രാവുകളെ സജീവമാക്കി നിന്നുകൊണ്ട് നിസ്കാരം നിർവഹിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യകരമാക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ മാസത്തെ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ തയ്യാറാവുക എന്ന് തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് തുടർന്ന് ഇങ്ങനെ കൂടി പറഞ്ഞു: വമൻ തഖറമ ഫീഹി ബിഖസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈർ കമൻ കാന അദ്ദാ ഫരീദതൻ ഫീമാ സിവാ, ആരെങ്കിലും റമളാനിൽ ഒരു ഫറലായ അമൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ റമളാൻ അല്ലാത്തപ്പോൾ 70 ഇരട്ടി ഫറൽ ചെയ്തതായ പ്രതിഫലമാണ് അവന് അള്ളാഹു നൽകുക. മാത്രമല്ല റമളാൻ അല്ലാത്തപ്പോൾ ആരെങ്കിലും റമളാനിൽ ആരെങ്കിലും ഒരു സുന്നത്തായ അമൽ ചെയ്താൽ അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ അല്ലാത്തപ്പോൾ ഒരു ഫറൽ ചെയ്തതിന്റെ പ്രതിഫലമാണ് നൽകുക എന്നുകൂടി പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു: വഹുവ ശഹ്റുസ് സബർ, സഹനത്തിന്റെ മാസമാണ്. വസവാബുഹു അൽ ജന്ന, സഹനത്തിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് അത് സ്വർഗമാണ്. അതുകൊണ്ട് സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ ഈ മാസത്തിൽ പ്രയത്നിക്കുക. ഈ മാസം ഷഹ്റുൽ മുവാസാത്ത്, സമത്വത്തിന്റെ മാസമാണ്. പട്ടിണി എന്താണ് എന്ന് അറിയാൻ പണക്കാർക്കും സമ്പന്നർക്കും ഒരവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. പട്ടിണി പാപങ്ങളോട് ഹൃദയം അലിയാൻ വേണ്ടി, അതുപോലെ തന്നെ പാപങ്ങളുടെ കഷ്ടപ്പാടിനോട് ഒരുമിച്ച് ചേരുവാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് സമ്പന്നർക്കും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുവാൻ
അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള ഒരു പാഠശാലയാണ് യഥാർത്ഥത്തിൽ റമളാൻ. വിശപ്പ് സഹിക്കാത്ത ആളുകൾക്ക് ഒരിക്കലും തന്നെ വിശക്കുന്നവന്റെ രോദനം മനസ്സിലാക്കാൻ കഴിയില്ല. ദാഹം സഹിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ദാഹം സൃഷ്ടിക്കുന്ന, വെള്ളമില്ലായ്മ സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് വിശപ്പറിയാനും ദാഹമറിയാനും മനസ്സിനെ നിയന്ത്രിച്ചു വെക്കാനുമുള്ള ഒരു പാഠശാലയായി റമളാൻ മാസം സത്യവിശ്വാസികളുടെ മുമ്പാകെ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഫതറ സ്വാഇമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി വഇത്ഖു റഖബതിഹി മിനന്നാർ. ആരെങ്കിലും റമളാൻ മാസത്തിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ അത് കാരണം അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. മാത്രമല്ല അവനെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. പ്രവാചകൻ ഇത് പറഞ്ഞപ്പോൾ ചില സ്വഹാബാക്കൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, നോമ്പ് തുറപ്പിക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞങ്ങൾ സമ്പന്നരല്ല, ഞങ്ങൾക്ക് പണമില്ല. എങ്ങനെയാണ് ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ട് നോമ്പുകാർക്ക് സദ്യ ഒരുക്കാൻ കഴിവില്ലാത്തവരാണ് ഞങ്ങൾ. അപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രതിഫലം ലഭിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു കാരക്ക ധർമ്മം ചെയ്താലും മതി, അല്ലെങ്കിൽ അല്പം വെള്ളം കൊടുത്താലും മതി എന്ന്. അഥവാ ഏത് പരമദരിദ്രനും നോമ്പ് തുറപ്പിച്ചതിന്റെ പ്രതിഫലം ലഭ്യമാകുന്ന തരത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറയുടെ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുള്ളത്. അഥവാ ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവർ ഭക്ഷണം കൊടുക്കുക, അതിന് കഴിവില്ലാത്ത ആളുകൾ ഒരു ഗ്ലാസ് പാല് കൊടുത്തു നോമ്പ് തുറപ്പിച്ചാലും, അല്ലെങ്കിൽ ഒരു കാരക്ക കൊടുത്തു നോമ്പ് തുറപ്പിച്ചാലും, അല്ലെങ്കിൽ ഒരു ഇറക്ക് വെള്ളം കൊടുത്ത് നോമ്പ് തുറപ്പിച്ചാലും നിങ്ങൾക്ക് നോമ്പ് തുറപ്പിച്ചതിന്റെ പ്രതിഫലം ലഭ്യമാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നോമ്പ് തുറ ഇവിടെ പരാമർശിക്കപ്പെട്ടപ്പോൾ നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊടുക്കേണ്ടത്, ഭക്ഷണം ആവശ്യമുള്ള ആളുകളെ നാം തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇന്ന് നമ്മിൽ പലരും നോമ്പ് തുറ ഒരു ഫാഷനായ ഒരു കാലഘട്ടമാണ്. സമൂഹ നോമ്പ് തുറയും മറ്റും ഒരു ഫാഷനാവുകയും അങ്ങനെ ആളുകളെ കൂട്ടുകയും അതൊരു പെരുമയാക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ നോമ്പ് തുറയുടെ യഥാർത്ഥമായ ആത്മാവ് നഷ്ടപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭക്ഷണത്തെ വിമർശിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഭക്ഷണം എന്നറിയുമോ? വിവാഹ ഭക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ ഭക്ഷണത്തെ വിമർശിക്കുവാൻ ഒരു കാരണം പറഞ്ഞത് വിവാഹ സദ്യയിലുള്ള ഭക്ഷണമാണ് ഏറ്റവും മോശമായ ഭക്ഷണം. കാരണം ആ വിവാഹ സദ്യയിലേക്ക് പാവങ്ങളെ വിളിക്കുകയില്ല, സമ്പന്നരെയും വലിയ ആളുകളെയുമാണ് വിളിക്കുക. അങ്ങനെയാണല്ലോ പല ആളുകളും. നാം വീട്ടിൽ കല്യാണം ഒരുക്കുമ്പോൾ അതുപോലെ തന്നെയാണ് നോമ്പ് തുറയും. നാം കല്യാണം ഒരുക്കുമ്പോ, അല്ലെങ്കിൽ നോമ്പ് തുറ ഒരുക്കുമ്പോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സദ്യ ഉണ്ടാകുമ്പോ അതില് ആരൊക്കെയാണ്? പ്രമുഖന്മാര് വേണം. ആരൊക്കെ വേണം? നേതാക്കന്മാര് വേണം. രാഷ്ട്രീയ നേതാക്കന്മാർ, വാർത്താ മാധ്യമങ്ങളിൽ നിഴലിച്ചു നിൽക്കുന്ന ആളുകൾ വേണം. ആളുകൾക്കിടയിൽ പ്രശസ്തിയും പെരുമയുമുള്ള ആളുകൾ വേണം. അപ്പോ എന്റെ നോമ്പ് തുറക്ക്, എന്റെ കല്യാണത്തിന് ഇന്ന ആൾക്കാർ വന്നിട്ടുണ്ട്, ഇന്ന നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പെരുമ പറയണം. അങ്ങനത്തെ ഒരു അവസ്ഥ മനുഷ്യനുള്ളത്. ഈ ഒരു അവസ്ഥയായതുകൊണ്ടാണ് കല്യാണ ഭക്ഷണത്തെയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്വഭാവത്തിലുള്ള ഭക്ഷണത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കുവാൻ കാരണം. ആയതുകൊണ്ട് ഭക്ഷണത്തിന് ആവശ്യമുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്ന വിഷയത്തിൽ നാം തെരഞ്ഞെടുക്കണം, മുൻഗണന നൽകണം. അതാണ് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റമളാനിൽ ആരെങ്കിലും ഒരു നോമ്പുകാരന് അല്പം വെള്ളം കൊടുത്താൽ ഞാൻ അവർക്ക് എന്റെ ഹൗദുൽ കൗസറിന്റെ വെള്ളം ഞാൻ നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അവിടുന്ന് തന്നെ ഇങ്ങനെ കൂടി പറയുകയുണ്ടായി, ആരെങ്കിലും റമളാൻ മാസത്തിൽ തന്റെ തൊഴിലാളിക്ക് ജോലിയിൽ ഇളവ് നൽകിയാൽ അത് കാരണമായി അള്ളാഹു അയാളെ സ്വർഗസ്ഥനാക്കുമെന്ന്. അഥവാ തൊഴിലാളികൾക്ക് അവരുടെ ജോലി ഭാരം കുറച്ചു കൊടുക്കണം.
മുസ്ലിമീങ്ങളായ നോമ്പെടുക്കുന്നവരായ തൊഴിലാളികൾ, ആ തൊഴിലാളികൾക്ക് അവരുടെ തൊഴിലിന്റെ ഭാരം കുറച്ചു കൊടുക്കല് മുസ്ലിങ്ങളുടെ ബാധ്യതയാണ്. ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ തൊഴിലാളിക്ക് അവരുടെ തൊഴിൽ ഭാരം കുറയ്ക്കണം, സമയം കുറച്ച് നേരത്തെയാക്കി നേരത്തെ പോകാൻ അനുവദിക്കുക എന്നതല്ല പറഞ്ഞത്. തൊഴിൽ ഭാരം കുറച്ചു കൊടുക്കണം. കാരണം അയാൾ നോമ്പുകാരനാണ് എന്ന ബോധമുണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യേണ്ടതൊക്കെ തന്നെ നോമ്പിന് നാം ശീലിക്കേണ്ടതായ പുണ്യകർമ്മങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇങ്ങനെ കൂടി പറഞ്ഞു, ഹുവാ ശഹ്റുൻ അവ്വലുഹു റഹ്മ, ആദ്യം കാരുണ്യത്തിന്റെ 10 രണ്ടാമത്തെ 10 അത് മഗ്ഫിറത്തിൻ്റെതാണ്. മൂന്നാമത്തെ ഭാഗം നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന നാടുകളാണ് എന്നുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റമളാനുൽ ശരീഫിൽ ഫസ്തക്സിറു, നിങ്ങൾ വർദ്ധിപ്പിക്കണം, മിൻ അർബഇൽ ഖിസാൽ, 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ആ 4 കാര്യങ്ങളിൽ ഹസ്ലത്തൈനി തർലൗന ബിഹാ റബ്ബുക്കും, അതിൽ 2 കാര്യം അല്ലാഹുവിന് നല്ല ഇഷ്ടമുള്ള 2 കാര്യങ്ങളാണ്. ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അത് ഫശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വതസ്തഗ്ഫിറൂന, അത് ഒന്ന് അല്ലാഹു ഒഴികെ ആരാധ്യനില്ല എന്ന സത്യസാക്ഷ്യമാണ്. രണ്ടാമത്തത് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടലാകുന്നു, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വചനമാകുന്നു. ഈ 2 കാര്യങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. ആയതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങൾ റമളാനുൽ ശരീഫിൽ വർദ്ധിപ്പിക്കണം. വേറൊരു 2 കാര്യമുണ്ട്. ആ 2 കാര്യം നിങ്ങൾക്ക് വളരെ അനിവാര്യമാണ്. അതേതാണെന്നറിയുമോ? അത് അമ്മൽ ഹസലത്താൻ അല്ലത്താൻ ലാ ഗിനാ ബിക്കും അൻഹുമാ ഫതസ്അലൂനല്ലാഹൽ ജന്ന വതുഅബ്ദൂന മിനന്നാർ. അത് നിങ്ങൾ അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കലാണ്, നരകത്തെ തൊട്ട് അല്ലാഹുവിനോട് അഭയം തേടലാണ്. അല്ലാഹുവേ അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ, അസ്അലുക്കൽ ജന്ന, നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, അല്ലെങ്കിൽ വഅഊദു ബിക മിനന്നാർ, നിന്നോട് നരകത്തെ തൊട്ട് ഞാൻ അഭയം തേടുന്നു. ഇങ്ങനെയുള്ള നരകത്തെ തൊട്ട് അല്ലാഹുവിനോട് അഭയം തേടുക, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം, അടിമകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായ ഘടകമാണ്. കാരണം സ്വർഗപ്രവേശനം നമുക്ക് ആവശ്യമാണ്, നരകത്തിൽ നമുക്ക് രക്ഷപ്പെടലും ആവശ്യമാണ്. ആയതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ റമളാനുൽ ശരീഫിൽ നിങ്ങൾ പെരുപ്പിക്കണം, വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 4 കാര്യങ്ങളിൽ ഒന്നാമത്തത് അല്ലാഹു ഒഴികെ ആരാധ്യൻ, ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. രണ്ടാമത്തെ കാര്യം അല്ലാഹുവിനോട് പാപമോചനം തേടുക. അതെങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ് എന്ന്, അസ്തഗ്ഫിറുല്ലാഹ് എന്നോ, അല്ലെങ്കിൽ വേറെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി എന്നോ, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം അൽ കരീം എന്നോ, ഇങ്ങനെ പല വിധത്തിലുള്ള ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് അഭയം തേടുക. അതുപോലെ നമുക്ക് ആവശ്യമുള്ള സംഗതി സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ട് അഭയം തേടലും. അത് അസ്അലുക്കൽ ജന്ന, അല്ലെങ്കിൽ അസ്അലുക്കൽ ജന്ന അഊദു ബിക മിനന്നാർ, ഇങ്ങനെയുള്ള വചനങ്ങൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രാർത്ഥനയായി ഹദീസിൽ വന്നിട്ടില്ല. എന്നാൽ ഈ ആവശ്യങ്ങൾ, ഈ 4 കാര്യങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന വാക്യങ്ങൾ, വചനങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റമളാനുൽ ശരീഫിൽ ഇങ്ങനെയുള്ള പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ആ ഒരു വലിയ ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ശഅബാനിന്റെ അവസാനത്തെ ദിനത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ആകത്തുകയാണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി റമളാനുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഇസ്ലാമിക പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും വാരികകളും മാസികകളിലും ഒക്കെ തന്നെ ഇത് സംബന്ധമായ ധാരാളം ലേഖനങ്ങളും മറ്റൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പരമാവധി വായിച്ച് അവയൊക്കെ പ്രയോജനപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തറാവീഹ് നിസ്കാരമാണ്. തറാവീഹ് നിസ്കാരത്തിൽ നല്ല ഈമാന് വേണം.
നോമ്പിന്റെ സമയത്തും ഈമാന് വേണം. നോമ്പെടുക്കുന്ന ആളുകൾ ഈമാനോടുകൂടെ നോമ്പെടുക്കണം എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ സ്വാമ റമളാന ഈമാനം വഹ്തിസാബ. റമളാനിലെ നോമ്പ് ആരെങ്കിലും പരിപൂർണ വിശ്വാസത്തോടുകൂടെയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും എടുത്താൽ അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്നാണ്. റമളാനിലെ നോമ്പിനും അതുപോലെ തന്നെ സുന്നത്തായ നോമ്പിനൊക്കെ അനവധി ശാരീരികമായ പ്രയോജനങ്ങളുണ്ട്. ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനത്തിന്റെ ആരോഗ്യപരമായ സൽഫലങ്ങളെ കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. നല്ല പഠനങ്ങളും പ്രബന്ധങ്ങളും റിസർച്ചുകളും ഇത് സംബന്ധിച്ച് യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വരെ നടന്നിട്ടുണ്ട്. പ്രമേഹ രോഗം നിയന്ത്രിക്കാൻ, കൊളസ്ട്രോള് നിയന്ത്രിക്കാൻ, വൃക്കയും കരളും മറ്റും ശുദ്ധിയാക്കാൻ, അതുപോലെ വയറും ആമാശയവും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ ആരോഗ്യം നിലനിർത്തുവാൻ റമളാനിലെ വ്രതാനുഷ്ഠാനത്തെ കൊണ്ട് സാധ്യമാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ റമളാനിലെ വ്രതാനുഷ്ഠാനത്തിൽ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. റമളാനിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നാം ഭക്ഷണം കഴിക്കില്ല. അഥവാ സൂര്യന്റെ സാന്നിധ്യത്തിൽ, സൂര്യ വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ നാം ഭക്ഷണം കഴിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, സൂര്യന്റെ ഊർജം നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അളവിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അപ്പൊ ഈ സൂര്യോർജം ഉണ്ടാകുന്ന സമയത്ത് സൂര്യവെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ ഒരു വ്രതം അനുഷ്ഠിക്കുന്ന ആൾ ഒരിക്കലും ഭക്ഷണമോ വെള്ളമോ കുടിക്കുന്നില്ല. എന്നാൽ സൂര്യോർജം പല സമയങ്ങളിലും അത് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരിക മനുഷ്യന്റെ ആമാശയത്തിനും അതുപോലെ ദഹനേന്ദ്രിയങ്ങൾക്കൊക്കെ ശക്തി പകരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനാണ്. എന്നാൽ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് മനുഷ്യ ശരീരത്തിലെ ആന്തരികാവയവങ്ങൾക്ക് ശക്തി പകരാൻ, കൂടുതൽ ക്രിയാത്മകമാകാൻ സഹായിക്കുന്നു എന്ന് വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ച് വ്രതം അനുഷ്ഠിച്ചവരെ പരിശോധിച്ചുകൊണ്ട് നടത്തിയ പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്, പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വ്രതാനുഷ്ഠാനം കൊണ്ട് അനവധി പ്രയോജനങ്ങളുണ്ട്, ആരോഗ്യപരമായ പ്രയോജനങ്ങളുണ്ട്. പക്ഷേ ഒരു വിശ്വാസി നോമ്പെടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, റമളാൻ മാസത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അല്ലാഹു തആല ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. ആ നിയ്യത്താണ് വേണ്ടത്, ആ ഓർമ്മയാണ്, ആ കരുതലാണ് വേണ്ടത്. എന്നാൽ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ വിധത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്ക് നൽകും, അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്നുകൊള്ളും. അപ്പോൾ നമുക്ക് നിയ്യത്ത് വേണം, അതുപോലെ പ്രതിഫലത്തിന് താല്പര്യം വേണം, അല്ലാഹുവിൽ നല്ലവണ്ണം ഈമാൻ വേണം നോമ്പെടുക്കുന്ന സമയത്ത് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ നിയ്യത്ത് തന്നെ നിസ്കരിക്കാൻ വരുന്ന സമയത്തും വേണം, തറാവീഹ് നമസ്കാരത്തിന്റെ സമയത്തും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും റമളാൻ മാസത്തിൽ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചാൽ, രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ ദീനിൽ വലിയ പുണ്യമുള്ള ഒരു അമലാണ്. വിശുദ്ധ ഖുർആനും ഹദീസുകളും വിശ്വാസികളുടെ ഒരു വലിയ സ്വഭാവമായി, ഒരു പൂർണ്ണതയായി എടുത്തു പറയുന്ന ഒരു കാര്യമാണ് രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുക. ഉറക്കം ശരീരത്തിന് അഭികാമ്യമായ സമയത്ത്, ശരീരം ഉറക്കിലേക്ക് വല്ലാതെ താല്പര്യപ്പെടുന്ന സമയത്ത് ഉറക്കിനോട് മല്ലിട്ട്, ഉറക്കിനോട് സമരം ചെയ്തുകൊണ്ട് എഴുന്നേറ്റ് ശുദ്ധി വരുത്തി നിസ്കരിക്കുക, അള്ളാഹുവിനെ സാഷ്ടാംഗം നമിക്കുക. ഇത് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ സംബന്ധിച്ച് വളരെ ശക്തമായി നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. സ്വഹാബാക്കളിൽ പലരും, അധിക പേരും തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന്റെ പേര് തഹജ്ജുദ് എന്ന് പേര്. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ കഠിനമായി ത്യാഗം ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരം, അതിനാണ് തഹജ്ജുദ് എന്ന് പറയുക. തഹജ്ജുദ് എന്നതിന്റെ അർത്ഥം ത്യാഗം ചെയ്യുക എന്ന്. ഉറക്കമൊഴിക്കൽ ഒരു വലിയ ത്യാഗമാണ്.
അതുകൊണ്ടാണ് തഹജ്ജുദ് നിസ്കാരത്തിന് തഹജ്ജുദ് എന്ന് പേര് കിട്ടാൻ കാരണം. പ്രിയപ്പെട്ടവരെ, അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത് തഹജ്ജുദ് നിസ്കാരം അത് വിശ്വാസികളുടെ പൂർണ്ണതയായി ദീൻ എണ്ണുന്നുണ്ട്. ഇത് വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ഒരു പരിശീലനമാണ് തറാവീഹ് നമസ്കാരം. റമളാൻ മാസം മുതൽ റമളാനിൽ തറാവീഹ് നിസ്കരിച്ച് അങ്ങനെ ഖിയാമുൽ ലൈൽ നിസ്കരിച്ച് പരിശീലിച്ച് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ നാം തീരുമാനിക്കുകയാണ് എങ്കിൽ നിഷ്പ്രയാസം കഴിയുന്ന കാര്യമാണ്. അപ്പോ അതിനുള്ള ഒരു പരിശീലനമാണ് ഈ റമളാനു ഷരീഫിലെ തറാവീഹ് നിസ്കാരം. അതുകൊണ്ട് തറാവീഹ് നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തണം. അതുപോലെ റമളാനിൽ ചെയ്യേണ്ട മറ്റൊരു പുണ്യ അമലാണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ മാസത്തിൽ ദാനധർമ്മങ്ങൾ വളരെ കൂടുതലാക്കിയിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന കാറ്റ് പോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മം ചെയ്തിരുന്നു എന്നാണ് ഹദീസ്. അടിച്ചു വീശുന്ന കാറ്റ് എന്നതിന്റെ ഉപമ എന്താ? ഇവിടേക്ക് കാറ്റ് വന്ന ആ കാറ്റ് എത്താത്ത ഒരു ദിശയുണ്ടാവില്ല, കാറ്റ് എത്താത്ത ഒരു ഭാഗം ഉണ്ടാവില്ല എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ധർമ്മം എത്താത്ത ഒരു ആവശ്യക്കാരനും ഉണ്ടാവില്ല. അപ്പൊ റമളാനു ഷരീഫില് നമ്മുടെ ധർമ്മം വ്യാപകമാക്കണം. ദാനം ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ദാനത്തിന് ആവശ്യം ഉള്ള, ധർമ്മത്തിന് അർഹരായ, പണത്തിനും അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അതിന്റെ അർഹരായവരെ അവരെ തേടിപ്പിടിച്ച് അവരിലേക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ റമളാനിൽ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിക്കണം. ഇത് റസൂലുള്ളാഹിന്റെ സ്വഭാവമായിരുന്നു. അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ ധർമ്മം ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും കാറ്റെത്തും എന്നതുപോലെ ആവശ്യക്കാരടുത്ത് മുഴുവൻ, ആവശ്യമുള്ളവരിലേക്ക് മുഴുവൻ എത്തേണ്ടതായിരിക്കണം ഒരു ധർമ്മിഷ്ഠന്റെ റമളാനിലെ ധർമ്മം എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് പിന്നെ മറ്റൊരു സവിശേഷത റമളാനിൽ ഖുർആനുമായിട്ടുള്ള ഇടപെടലാണ്. റമളാനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റമളാനിൽ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നത് മാത്രമാണ്. എന്താ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത? ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത ആ ലൈലത്തുൽ ഖദറിലാണ് ഖുർആൻ ഇറങ്ങി എന്നതും മാത്രമാണ്. അപ്പോ റമളാൻ എന്ന 30 ദിവസത്തിന്റെ പ്രത്യേകത ആ റമളാനു ഷരീഫിൽ ലൈലത്തുൽ ഖദർ ഉണ്ട് എന്നത്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത ആ ലൈലത്തുൽ ഖദറിന് പരിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ട്. അപ്പോ റമളാനു ഷരീഫിൽ മൊത്തം അതിന്റെ പവിത്രതയുടെ നിധാനം വിശുദ്ധ ഖുർആനാണ്. അപ്പൊ ഖുർആനുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടാക്കി ഖുർആനിൽ അലിഞ്ഞു ചേർന്ന ജീവിതം നയിച്ച് റമളാനു ഷരീഫിനെ ധന്യമാക്കാൻ, പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുകയാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ നന്നായി മനസ്സിലാക്കുകയും നന്നായി പഠിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഖുർആനുമായിട്ടുള്ള ബന്ധം വെറും ഖുർആൻ പാരായണത്തിൽ മാത്രം ഒതുക്കാതിരിക്കുക. നാം ആശയമറിയാതെ ഖുർആൻ ഓതുന്നതിന് പ്രതിഫലം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ആശയമറിയാതെ ഖുർആൻ പാരായണം ചെയ്താൽ അതിന് പ്രതിഫലമുണ്ട്. പക്ഷേ ആശയം അറിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് ഖുർആനിനോട് വിശ്വാസി കാണിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത. സത്യവിശ്വാസി ഖുർആനെ സമീപിക്കുന്നതിൽ ഏറ്റവും സമ്പൂർണമായ രീതി ഖുർആന്റെ ആശയ പഠനത്തിന് തയ്യാറാവലാണ്. കാരണം നാം ഖുർആന്റെ ആശയ പഠനത്തെ സംബന്ധിച്ചുകൊണ്ട് മുമ്പ് ഇവിടെ വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്. നാം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് അള്ളാഹു നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളുമാണ്. അത് എന്താണ് എന്ന് അറിയേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ആ ഖുർആൻ പഠനത്തിന് റമളാൻ പ്രത്യേകം പ്രയോജനപ്പെടുത്താൻ പ്രിയ സഹോദരങ്ങൾ തീരുമാനിക്കണം, തയ്യാറാവണം എന്ന് എല്ലാവരെയും പ്രത്യേകം ഉത്ബോധിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ റമളാനെ സ്വീകരിക്കുവാൻ വേണ്ടി
വിശ്വാസി വൃന്ദം വളരെ ആവേശത്തോടുകൂടെ തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നാം അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ അള്ളാഹുവിന്റെ മഹത്തായ ഫള് കൊണ്ടും കാരുണ്യം കൊണ്ടും വിശുദ്ധ റമളാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റമളാനു ഷരീഫിനെ വരവേൽക്കാൻ പാളയം ജുമാ മസ്ജിദ് വളരെ സന്നാഹങ്ങളോടുകൂടി സജ്ജീകരണങ്ങളോടുകൂടെ ഇവിടെ തയ്യാർ എടുത്തിരിക്കുന്നു എന്ന വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. വിശാലമായ നോമ്പ് തുറ ഒരുക്കി എല്ലാ ദിവസവും നോമ്പ് കഞ്ഞി സംവിധാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇമാമിനെ പിന്തുടർന്നുകൊണ്ട് നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെള്ളിയാഴ്ചയെല്ലാം അവര് വരുന്നുവെങ്കിലും അവർ ഖുത്ബ കേൾക്കുന്നു, എന്നിട്ട് ളുഹ്ർ നിസ്കരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇനി മുതൽ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച മുതൽ അവർക്ക് ഖുത്ബയിൽ പങ്കെടുക്കുകയും ഇമാമിനെ തന്നെ തുടർന്നുകൊണ്ട് ജുമുഅ നിസ്കരിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നു. മൂന്നാമതായി പതിവ് പോലെ സ്ത്രീകൾക്കും തറാവീഹ് നിസ്കരിക്കാനുള്ള സംവിധാനം ഈ മസ്ജിദിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യവും കൂടി അറിയിക്കുന്നു. നാലാമതായി നോമ്പെടുക്കുന്നവർക്ക് സൗകര്യത്തിന് വേണ്ടി എല്ലാ ദിവസവും അത്താഴം നാം പാളയ മസ്ജിദിൽ സംവിധാനിച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ അതിന്റെ അർഹരായ ആളുകളെ, ആവശ്യക്കാരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് റമളാനിന്റെ മാസപ്പിറവി ദർശനത്തിന്റെ ഒബ്സർവേറ്ററിലും അതുപോലെ മറ്റ് കാണാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റമളാൻ ആരംഭം ഏകോപിപ്പിക്കുവാനും അതുപോലെ മാസപ്പിറവിയുടെ പ്രഖ്യാപനം സംയുക്തമായി നടത്തുവാനും വേണ്ടി ശനിയാഴ്ച വൈകുന്നേരം ഈ പരിസരത്തെ ഇമാമുമാരുടെ ഒരു യോഗം ഇവിടെ നമ്മുടെ മസ്ജിദിൽ ചേരുന്നുണ്ട് എന്ന കാര്യവും അറിയിക്കുന്നു. അതുപോലെ മാസപ്പിറവി ആരെങ്കിലും കാണുകയാണ് എങ്കിൽ നമ്മെ ഈ മസ്ജിദിൽ അറിയിക്കുവാൻ എല്ലാവരോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിനെ എല്ലാവിധ ആദരവോടുകൂടെയും വരവേൽക്കുവാനും അതിനെ പ്രയോജനപ്പെടുത്തുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിറിൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വനശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على سيدنا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أمير المؤمنين أبي بكر الصديق وأمير المؤمنين عمر بن الخطاب وأمير المؤمنين عثمان بن عفان وأمير المؤمنين علي بن أبي طالب وعلى جميع الصحابة والقرابة أولئك حزب الله ألا إن حزب الله هم المفلحون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر المجاهدين في كل مكان. اللهم انصر المجاهدين في كل مكان. اللهم انصر المجاهدين في كل مكان. اللهم وحد بين صفوف المسلمين. اللهم وحد بين علماء المسلمين وأمراء المسلمين. اللهم انصر الإسلام والمسلمين. اللهم نجنا من مؤامرات الفاسقين ومن مؤامرات المشركين ومن مؤامرات أعداء الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى ولذكر الله أكبر وأولى والله يعلم ما تصنعون.